എല്ലാവർക്കും നമസ്കാരം. ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിലെ ശാന്തസുന്ദര ഭൂമിയായ മണാലിയിലൂടെ ഉള്ള യാത്ര ഇന്നും തുടരുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് മണാലി. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി ഹഡിംബ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ റോഡിന് ഇരുവശത്തുമായി പലതരത്തിലുള്ള വിൽപ്പനക്കാർ ഉണ്ടായിരുന്നു. കമ്പിളി പതിപ്പുകൾ, ബാഗുകൾ, അങ്ങനെ പലതരത്തിലുള്ള വിൽപ്പന. ദേവദാരു മരങ്ങൾക്ക് ഇടയിലുള്ള ഒരു ക്ഷേത്രമാണ് മണാലിയിലെ ഹഡിംബ ക്ഷേത്രം. അതിമനോഹരമായ ദേവദാരു മരങ്ങൾക്കിടയിലൂടെ കരിങ്കൽ പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്തുവാൻ. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമൻ്റെ പത്നിയാണ് ഹിഡുംബി. ഹിഡുംബിയുടെ ക്ഷേത്രമാണ് ഹഡിംബ ടെമ്പിൾ. ഏറെ ആകർഷകമാണ് ഈ ക്ഷേത്രം. വളരെയധികം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. മരം കൊണ്ടുള്ള വാതിലുകളും ഇതിൻ്റെ ഗോപുരവും എല്ലാം വളരെ പ്രത്യേകത നിറഞ്ഞതുമാണ്, ഏറെ ആകർഷകവുമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള പരമ്പരാഗത വേഷമണിഞ്ഞ് കുറച്ചു നേരം നൃത്തം ചെയ്തു. പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മുയലുകളെ പിടിച്ചു നിൽക്കുന്നവരുണ്ടായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തായി. അവരുടെ കയ്യിൽ നിന്ന് മുയലുകളെ വാങ്ങി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. മുയലുകളെ മാത്രമല്ല, ആട്ടിൻകുട്ടികളെയും ഇതുപോലെ പിടിച്ചു നിൽക്കുന്നവരുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് കുളുവിലേക്കായിരുന്നു. കുളുവിലെ ബിയാസ് നദിക്കരയിലേക്ക് ഞങ്ങൾ പോയി. ധാരാളം പാറക്കല്ലുകളൊക്കെ നിറഞ്ഞ് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ബിയാസ് നദിയിൽ റാഫ്റ്റിങ്ങിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നീട് റാഫ്റ്റിങ്ങിനെ പുറപ്പെട്ടു. കുളുവിൽ പലതരത്തിലുള്ള അഡ്വഞ്ചർ ട്രിപ്പുകളും ഉണ്ടായിരുന്നു. റാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ഒക്കെ കുളുവിലുണ്ട്. സിപ്പ് ലൈനിലൂടെ സഞ്ചരിക്കാനുള്ള അവസരവും കുളുവിലുണ്ട്. റാഫ്റ്റിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ ബിയാസ് നദിക്കരയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ ബിയാസ് നദിയുടെ അതിമനോഹരമായ കാഴ്ച തന്നെ കാണാൻ കഴിയും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ബിയാസ് നദിക്കരയിൽ തന്നെയുള്ള വൈഷ്ണോമാത ടെമ്പിളും കൂടി സന്ദർശിച്ചു. ഞങ്ങളങ്ങനെ മണാലിയിൽ നിന്ന് യാത്ര പറയുകയാണ്. മണാലിയിൽ നിന്ന് ഞങ്ങൾ ഷിംലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ വിധത്തിലുള്ള ഒരു പാതയാണ് മണാലിയിൽ നിന്ന് ഷിംലയിലേക്കുള്ള റോഡ്. ചെങ്കുത്തായ മലമ്പാതയ്ക്ക് സമീപത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം ഭീതിയും അതുപോലെ തന്നെ വളരെയധികം മനോഹരവുമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ് പുതച്ച മണാലിയിലെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.